അധ്യാപകരെ കൂട്ടുകാരെ, ഒരു പുസ്തക വായനയിലൂടെ ജീവിതം തന്നെ മാറി മറിഞ്ഞ ഒല്ലിനീൽ എന്ന കുട്ടിയുടെ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒല്ലിനീലിന്റെ അച്ഛൻ ദരിദ്രനായ കർഷകനായിരുന്നു. സ്കൂളിൽ പോയിരുന്ന നീൽ അനുസരണയില്ലാതെ അധ്യാപകരെ ചീത്ത വിളിച്ചും ചില്ലറ മോഷണങ്ങൾ നടത്തിയും വിലസി നടന്നു. ഇംഗ്ലീഷ് അധ്യാപികയെ കരയിച്ച കുട്ടി എന്ന പേരിലായിരുന്നു സ്കൂളിൽ അവൻ അറിയപ്പെട്ടിരുന്നത്. പിന്നെയോ എല്ലാ അധ്യാപകരെയും അവൻ പേരാണ് വിളിച്ചിരുന്നത്. അങ്ങനെ താന്തോന്നിയായി നടന്ന നീൽ ഒരു ദിവസം ക്ലാസ്സിൽ പോകാതെ ചുറ്റി നടന്ന് സ്കൂൾ ലൈബ്രറിയിൽ എത്തിച്ചേർന്നു. അവിടെ അവനൊരു പുസ്തകം കണ്ടു. അതിന്റെ പുറംചട്ട അവനെ ആകർഷിച്ചു. സിഗരറ്റ് പുകച്ചിരുന്ന അല്പം പിശകയായി വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടിയായിരുന്നു പുറംചട്ടയിൽ. അവൻ ആ പുസ്തകം എടുക്കണമെന്ന് തോന്നി. പക്ഷേ പുസ്തകം വായിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ അവനത് നാണക്കേടാണ്. അവൻ അത് ആരും കാണാതെ ഷർട്ടിനടിയിൽ ഒളിപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോയി വായിച്ചു. പിറ്റേ ആഴ്ച ആ പുസ്തകം ലൈബ്രറിയിൽ തിരിച്ചു കൊണ്ടുപോയി വെച്ച നീൽ മറ്റൊരു പുസ്തകം എടുത്തു കൊണ്ടുപോയി വായിച്ചു. പിന്നെയും ഇത് ആവർത്തിച്ചു. വായനയുടെ രസം അവൻ അറിഞ്ഞു തുടങ്ങി. പിന്നെ വായനയോട് വായന തന്നെ. വായന നീലിനെ വേറൊരാളാക്കി മാറ്റി. നീൽ സ്കൂൾ ജയിച്ച് പഠിച്ച് മിടുക്കനായി. അവൻ വക്കീലായി, ഒടുവിൽ ജഡ്ജിയായി. ഒരിക്കൽ പഴയ സ്കൂളിൽ എല്ലാവരും ഒത്തുചേർന്നപ്പോൾ നീലിന്റെ അധ്യാപിക പറഞ്ഞു, നീ പുസ്തകം മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. നിനക്ക് വേണ്ടി അതേ എഴുത്തുകാരന്റെ പുസ്തകം തിരഞ്ഞെടുത്ത് അതിനടുത്ത് വയ്ക്കുകയായിരുന്നു ഞാൻ. പുസ്തകങ്ങൾക്ക് വേണ്ടി കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് നിനക്ക് വേണ്ടി അവ വാങ്ങി. എന്നെ കരയിപ്പിച്ച നിനക്ക് വേണ്ടി. നോക്കൂ കൂട്ടുകാരെ, നീലിനെ മാറ്റിമറിച്ചത് ആ നല്ല അധ്യാപികയും പിന്നെ കുറെ നല്ല പുസ്തകങ്ങളുമായിരുന്നു. നമുക്കും നീലിനെ പോലെ പുസ്തകങ്ങളെ ചങ്ങാതികളാക്കാം, വായിച്ചു വളരാം. എല്ലാവർക്കും വായനാ ദിനാശംസകൾ. നന്ദി, നമസ്കാരം.